കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലമാക്കി എമിൽ സുനിലും രണ്ട് സഹപാഠികളുടെ വഴിയെ യാത്രയായി. അശമന്നൂർ പെരിയാർ വാലി കനാലിലെ അപകടത്തിൽപ്പെട്ട എമിൽ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചെറുകുന്നം ഇന്ദിരാഗാന്ധി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ എമിലിന്റെ രണ്ട് സഹപാഠികൾ തിങ്കളാഴ്ച മരിച്ചിരുന്നു. ആദ്യം ഒഴുക്കിൽപ്പെട്ട എമിലിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് കൂട്ടമരണത്തിൽ കലാശിച്ചത്. കോട്ടയം മണർകാട് ഒറ്റപ്ലാക്കിൽ എമിൽ സുനിൽ ബുധനാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചെറുകുന്നം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നഴ്സിംഗ് കോളേജിലെ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്നു എമിൽ. അശമന്നൂരിൽ പെരിയാർ വാലി കനാലിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താണ എമിലിനെ നാട്ടുകാരാണ് രക്ഷിച്ച് ആശുപത്രിയിലെത്തിച്ചത്. മണിക്കൂറുകൾ നീണ്ട ചികിത്സയും കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലമാക്കി എമിലും മറ്റ് രണ്ട് സഹപാഠികളുടെ വഴിയെ യാത്രയാവുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. എമിലിന്റെ സഹപാഠികളായ മലപ്പുറം സ്വദേശി അജ്മൽ ഹബീബ്, കൊല്ലം സ്വദേശി PK അജ്സൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കനാലിൽ നിന്നും ലഭിച്ചത്. കരക്കെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്ന എമിൽ ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും കോളേജ് അധികൃതരുമെല്ലാം. എമിലാണ് ആദ്യം കനാലിൽ മുങ്ങിത്താണത്. രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അജ്മലിനും അജ്സലിനും ജീവൻ നഷ്ടമായത്. 3 കുട്ടികളുടെയും ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ഇന്ദിരാഗാന്ധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേധാവി KM പരീദ് പറഞ്ഞു. സ്ഥാപനത്തിനും കുടുംബത്തിനും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരെയും വളരെ അതീവമായിട്ടുള്ള ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ രാവിലെ അരങ്ങേറിയത്. ഈ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകും എന്നുള്ള യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. സാധാരണഗതിയിൽ ഒരു കനാലിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ 2-3 കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഈ പോയിന്റിൽ വളരെ കുഴപ്പമുണ്ടെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അടിയൊഴുക്കും ധാരാളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടികൾ വെള്ളത്തിൽ നീന്തൽ അത്ര സമർത്ഥമായിട്ട് നീന്താൻ കഴിയുന്ന കുട്ടികളല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഒരു കുട്ടി വീണപ്പോൾ അടുത്ത 2 പേരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായി. അങ്ങനെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. നമ്മുടെ ഈ കുടുംബം എന്ന് പറയുമ്പോൾ അവർ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരൊറ്റ ബാക്ക് പേപ്പറും ഇല്ലാതെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഈ 1-2 കുട്ടികൾ മാത്രമുള്ള അവരുടെ വീടുകൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, എല്ലാവർക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒരു വിധി, ആ വിധിക്ക് നമുക്ക് വിധേയമാകാതെ നിവൃത്തിയില്ല. എമിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി. കുറുപ്പംപടി പോലീസാണ് നടപടികൾ പൂർത്തീകരിച്ചത്. GTV ന്യൂസ്, കോതമംഗലം.